അപ്പോ ഈ കാണുന്നതാണ് വെള്ളനാതുരത്ത് ബീച്ച്. പറയൂ കൂട്ടുകാരാ, അതിമനോഹരമായ ആ ബീച്ച് അന്ന് കാണിച്ചാ, അങ്ങോട്ട് കാണിച്ചേ. ഈ നാട്ടില് അത്യാവശ്യം കോടയാണോ അതുപോലെ തോന്നുന്നു, അറിയത്തില്ല എന്തോ സംഭവം. അപ്പോ അൽഹംദുലില്ലാ അടച്ചോണ്ട് വേണ്ടി കുതിരത്തുണ്ട്, റോഡൊക്കെ വെള്ളമായിട്ടുണ്ട്. ഞാനൊരു സംഭവം കാണിച്ചു തരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ ഇത് റിഫൈനറി അല്ല, കേമമല്ലല്ലോ, പുള്ളി ചിരിക്കുന്നത്. അല്ല, ഇത് സംഭവം ഈ ഞാൻ പറയാം, കേമമനിലേക്ക് എന്തുവാ നിനക്കറിയാവുന്ന ഒരു കാര്യം പറയാം. എനിക്ക് ഇതിനെപ്പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ലിമിറ്റഡ്, അതെനിക്കും അറിയാം. അവിടെ ഏതോ എന്നൊക്കെ രണ്ടു മൂലകങ്ങളുണ്ട്, അതൊക്കെ റിഫൈൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് അവിടെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് വെള്ളനാതുരത്ത് കുഴിച്ച് മണ്ണാക്കി കുഴിയാക്കി ഇപ്പൊ ആ മലയാക്കി ഇട്ടേക്കുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ അല്ല അത് മറ്റവൻ പറയത്തില്ലേ, സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം. പക്ഷെ ഇതിപ്പോ സ്വർഗമാവില്ല. ഈ എന്താ മോണോസൈറ്റ് ഇല്ല, മണ്ണിൽ നിന്ന് മോണോസൈറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഘടകം, അല്ല എന്തോ ഒരു വസ്തു, എന്തോ ഒരു സാധനം ഞങ്ങളുടെ ഈ ഭാഗത്തുണ്ട്. അത് ആ സാധനം കാണണമെങ്കിൽ കോഴിക്കോട് കരുനാഗപ്പള്ളി ഭാഗത്ത് വന്നാല് ആ ഒരു ഇലുമിനാറ്റി അല്ലല്ലോ, ഇലുമിനോ മോണോസൈറ്റ് അങ്ങനെ എന്തോ ഇത് കാണിച്ചു. ഇത് നമുക്ക് റിഫൈനറി ആയിട്ട് കൂട്ടല്ലടാ, സോയിൽ റിഫൈനറി ആണ് ഈ സംഭവം. ഫ്രണ്ടിലത്തെ റോഡ് ഒന്ന് കാണിച്ചു കൊടുക്കണം. നല്ല അതിമനോഹരമായ തെന്നി വീഴാൻ നല്ല ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ്. പടച്ചോനെ അൽഹംദുലില്ലാ, സെറ്റ്. എടാ സംഗതി. അപ്പൊ ഇത് കാട്ടിൽ അമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ കാട്ടിൽ അമ്പലത്തിൽ പോകുന്ന വഴി ഒരുപാട് എന്തൊക്കെയാ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് വലിയ സംഭവം. ഈ അല്ലടാ, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അത്യാവശ്യം എന്താ പറയാ, നല്ല മണ്ണിന്റെ അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും ആളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് മൂടിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് JCB, അല്ല സോറി, ഹിറ്റാച്ചിയുടെ ബാക്കി കാണുന്ന. അവിടുന്ന് ആ മണ്ണെടുത്തിട്ട് ഇവരത് ഇതിനകത്തിട്ടിട്ട് എന്തോ ചെയ്തിട്ട് എടുക്കുന്ന സംഭവമാണ്. ഇതുണ്ടോ, ഫോർച്യൂണർ സീൻസ് ആണ്. അപ്പൊ ഇതുണ്ടോ, ഇത് അതിന്റെ എന്തോ ഒരു മെഷീനാണ്, ഈ സോയില് സെറ്റാക്കുന്ന എന്തോ ഒരു മെഷീനാണ്. അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വരണം. അല്ലാണ്ട് ഇനി കേരളത്തിൽ നിങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് അല്ലടാ, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡാ. പിന്നെ അതുകൂടെ ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, ഒന്നും കാണാൻ പോലും വയ്യ. അപ്പൊ ഈ കാണുന്ന സ്ഥലമാണ്, ഇവിടെ നിന്നൊക്കെയാണ് മണ്ണെടുക്കുന്നതും കുഴിക്കുന്നതും. ആ കാണുന്ന വെള്ളം കണ്ടോ, അവിടെ ഒന്നും പോയി അറിയാത്തവരാരും പോയി ഇറങ്ങാൻ നിൽക്കല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന വെള്ളമില്ലേ, ഏത് ഇങ്ങോട്ട് കാണിച്ചടാ, എന്നെ കാണിച്ച ഈ കാണുന്ന വെള്ളവും അത് കൂടാണ്ട് ഇതാണ്ടേ ഈ കാണുന്ന വെള്ളവും ഇവിടെ ഒന്നും അറിയാത്തവരാരും വന്ന് ഇറങ്ങാൻ നിൽക്കില്ല. കാരണം എന്റെ 2 കൂട്ടുകാരന്മാര് മരിച്ചതോടാ ഈ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് മരിച്ചത്. അപ്പോ ആർക്കും അങ്ങനത്തെ അവസ്ഥ ഒന്നും പടച്ചോൻ വരുത്തായിരിക്കട്ടെ അല്ലേ. നമ്മളിവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അപ്പൊ അറിയാത്ത വെള്ളത്തിലൊന്നും പോയി ആരും ഇറങ്ങാൻ നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോ വെള്ളത്തിന്റെ മുകൾ വശത്ത് ചിലപ്പോ തിരയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അടിയൊഴുക്ക് ഇങ്ങോട്ടാന്ന് പറയാൻ പറ്റില്ല. ചിലരറിയാതെ ചില പിള്ളേർ പോയിട്ട് ഇറങ്ങും, എന്നിട്ട് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രശ്നം എല്ലാരെയും കാക്കട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളു. പിന്നെന്താ, ഈ കാണുന്ന കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ പോകുന്ന വഴിയാ. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാണുന്ന വഴി കാട്ടിൽ മേക്കത് അമ്പലത്തിൽ പോകാൻ പറ്റും.
അതിന്റെ ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്തോ. അതിന്റെ ബോർഡ് കാണിച്ചു കൊടുത്തോ. ഈ ഇതിനകത്തൊരു അമ്പലമുണ്ട്. സംഭവേ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തൊരു അമ്പലമുണ്ട്. ഇതിനകത്ത് പിന്നെ നേരെ പോകുമ്പോഴാണ് കാട്ടിൽ മേക്കത്തൊരു അമ്പലം.